2015 ഫെബ്രുവരി 14 ശനിയാഴ്ച മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി പാളം തെറ്റി, 9 മരണം. ദുരന്ത കാരണം ട്രാക്കിലെ പാറക്കഷ്ണം, മരിച്ചവരിൽ 5 മലയാളികൾ. ബംഗളൂരു ട്രാക്കിലെ പാറക്കഷ്ണത്തിൽ തട്ടി ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റിയ അപകടത്തിൽ 5 മലയാളികളടക്കം 9 മരണം. 18 പേർക്ക് പരിക്ക്. ഗുരുതര പരിക്കേറ്റ 11 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ബംഗളൂരു മജസ്റ്റിക് സിറ്റി സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാവിലെ 6:15 പുറപ്പെട്ട ട്രെയിൻ 7:35 അനേക്കൽ റോഡിനും ഹൊസൂരിനുമിടയ്ക്കുള്ള ബിദുരുകരയിലെത്തിയപ്പോഴാണ് 9 ബോഗികൾ പാളം തെറ്റിയത്. D8, D9 ബോഗികൾ പരസ്പരം ഇടിച്ചു കയറിയ നിലയിലായിരുന്നു. 2 ബോഗികളിലായി കേരളത്തിലേക്ക് 116 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പാതയിൽ ഇന്നു രാവിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനന്ത്കുമാർ അറിയിച്ചു. പാളത്തിലെ പാറക്കഷ്ണത്തിൽ കയറിയതാണ് അപകട കാരണമെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ വക്താവ് അനിൽ സക്സേന പറഞ്ഞു. പ്രൊഫസർ MB പോളിന്റെ കൊച്ചുമകൾ കാലടി പൂണുള്ളിൽ ആന്റണി ഇട്ടീര, ഗുരുവായൂർ പൂവത്തൂർ ഇടത്തറ സുരേഷിന്റെ മകൻ അമൽ, തൃശൂർ ഒളരി കാഞ്ഞിരത്തിങ്കൽ KR ജോർജ്, പാലക്കാട്ട് മുണ്ടൂര് ഏഴക്കാട് വെട്ടത്ത് VC വേലായുധന്റെ മകൻ VV ബിബിൻ, കൊല്ലം പഴയാറ്റിൻകുഴി സക്കീർ ഹുസൈൻ നഗർ 98 കുവൈറ്റ് ഗാർമെന്റ്സ് ഉടമ അബ്ദുൾ മനാഫിന്റെ മകൻ ഇർഷ മനാഫ് എന്നിവരാണ് മരിച്ച മലയാളികൾ. പാളത്തിൽ കല്ല്, കേരളത്തിൽ പലതവണ അട്ടിമറി ശ്രമം. തിരുവനന്തപുരം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ നിരത്തി ട്രെയിൻ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ പലയിടത്തും ഈയിടെ നടന്നിട്ടുണ്ട്. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മണിക്കൂറുകളുടെ ഇടവേളയിൽ ഒരേ സ്ഥലത്ത് 2 തവണ കരിങ്കൽ കഷ്ണങ്ങളിൽ ഇട്ടതാണ് ഇതിലേറ്റവും ഗുരുതരമായ സംഭവം. പാളങ്ങൾ തമ്മിൽ ചേരുന്നിടത്ത് കല്ല് നിരത്തിയാണ് അട്ടിമറിക്കുന്ന ശ്രമിക്കുന്നത്. അർദ്ധരാത്രി ജീവനക്കാർ കല്ല് കണ്ട് എടുത്തുമാറ്റി. കഴിഞ്ഞ ദിവസം പുലർച്ചെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ നേരത്ത് സിഗ്നൽ തകരാറിലായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അതേ സ്ഥലത്ത് വീണ്ടും കല്ലുകൾ കാണുകയായിരുന്നു. കോഴിക്കോട് ഫറോക്ക് കുണ്ടോയിത്തോട് കൊല്ലേരിപ്പാറയ്ക്ക് സമീപം റെയിൽപാളത്തിൽ കഴിഞ്ഞ മാസം ഇരുമ്പ് പൈപ്പ് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് 300 മീറ്റർ അകലെ കുണ്ടായിത്തോട് ആമാങ്കുനിക്ക് സമീപം റെയിൽപാളത്തിൽ 34 ദ്വാരങ്ങൾ കണ്ടെത്തിയത് 2014 മെയ്യിലാണ്. ഈ സംഭവത്തിൽ ആരെയും പിടികൂടിയിട്ടില്ല. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ റെയിൽവേ ട്രാക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച 3 സംഭവങ്ങളുണ്ടായി. ചൊവ്വാഴ്ച ഒല്ലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം എൻഡിംഗ് യാർഡിനടുത്ത് ട്രാക്കിന് മുകളിൽ 7 കല്ലുകൾ നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പുതുക്കാട് കുറുമാലിയിൽ കഴിഞ്ഞ മാസം 24 റെയിൽവേ പാളത്തിൽ 3 മീറ്റർ നീളത്തിൽ സിമന്റ് കട്ട നിരത്തിവെച്ചും സിഗ്നൽ ലൈറ്റ് ഇളക്കിയതും അട്ടിമറി ശ്രമമുണ്ടായി. പുലർച്ചെ 3:30 ഇതുവഴി കടന്നുപോയ മുംബൈ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിന് വിറയൽ അനുഭവപ്പെടുകയും ലോക്കോ പൈലറ്റ് വിവരം അറിയിക്കുകയുമായിരുന്നു. ഒരാഴ്ച മുൻപും ഇതേ രീതിയിൽ പാളത്തിൽ ഇഷ്ടിക വെച്ചിരുന്നെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ട്രെയിൻ കയറിയപ്പോൾ കട്ടകൾ പൊടിഞ്ഞു പോവുകയായിരുന്നു. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ ഓതറ ഭാഗത്ത് പാളത്തിൽ കല്ല് പെറുക്കി വെച്ച വിദ്യാർത്ഥിയെ മാസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു. തമാശയ്ക്ക് ചെയ്തതാണെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മറുപടി. കല്ലുകൾ കണ്ട് ലോക്കോ പൈലറ്റ് പെട്ടെന്ന് ട്രെയിൻ നിർത്തുകയായിരുന്നു. തിരുവനന്തപുരം കൊച്ചി തൃശൂർ ബംഗളൂരു 24 മണിക്കൂർ കൺട്രോൾ റൂം. തിരുവനന്തപുരം ഹൊസൂർ ട്രെയിൻ അപകടത്തിന്റെ വിവരങ്ങൾ കൈമാറാൻ ദുരന്ത നിവാരണ വകുപ്പും നോർക്കയും തിരുവനന്തപുരം കൊച്ചി തൃശൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ ആരംഭിച്ച കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ കൺട്രോൾ റൂം തുറന്നു. ഫോൺ നമ്പർ 0471 2331 639. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തിരുവനന്തപുരം 0471 2321 205, 2321 237, 0974 67 69 960. എറണാകുളം ജംഗ്ഷൻ 0484 2100 317, 081 3699 773.
എറണാകുളം 04842398 തൃശൂർ 04872424 ആലുവ 048426244143 ബംഗളൂരു 08022371166 09731666751. പരിക്കേറ്റവർ ആനേക്കൽ നായരണീയം ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലെ ഫോൺ നമ്പർ 08027859291. അപകടത്തിൽ മരിച്ച മലയാളികളുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാർ 25,000 രൂപ വീതം അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം അടുത്ത മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനേക്കലിൽ ഉച്ചയ്ക്ക് ശേഷം എത്തി. മലപ്പുറം കളക്ടർ കെ ബിജു, എറണാകുളം റേഞ്ച് IG MR അജിത് കുമാർ, നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ റീസ തോമസ് എന്നിവരാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം ഏർപ്പെടുത്തുന്നതിനും കേരള പോലീസിന്റെ സഹകരണം ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ആരോഗ്യമന്ത്രി VS ശിവകുമാർ കർണാടക ആരോഗ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അപകടം പ്രത്യേക സർവീസുകളുമായി KSRTC. ബംഗളൂരു ട്രെയിൻ അപകടം മൂലം യാത്ര മുടങ്ങിയവരെ ബംഗളൂരുവിൽ എത്തിക്കുന്നതിനും ബന്ധുക്കളെ അപകടസ്ഥലത്തെത്തിക്കുന്നതിനുമായി കേരള RTC ബംഗളൂരുവിൽ നിന്നും ഹൊസൂരിലേക്കും തിരിച്ചും സ്പെഷ്യൽ ബസ് സർവീസുകൾ നടത്തുന്നുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഇതിനായി 10 KSRTC ബസ്സുകൾ ആനക്കല്ലിൽ എത്തിച്ചതായി MD ആന്റണി ചാക്കോ അറിയിച്ചു. അപകടസ്ഥലത്തേക്ക് എത്താനാകില്ലെങ്കിലും ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെ വരെ ബസ് എത്തുമെന്ന് സർവീസുകൾ ഏകോപിപ്പിക്കുന്ന ബംഗളൂരു KSRTC മുൻ കോർഡിനേറ്റർ അഹമ്മദ് കബീർ പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുമായി കേരളത്തിൽ നിന്ന് പ്രത്യേക സർവീസുകൾ നടത്താൻ അതത് ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി തിരുവഞ്ചൂർ അറിയിച്ചു. നോക്കിയിരിക്കെ കോച്ചിന്റെ മുൻഭാഗം ഇടുങ്ങി വന്നു. പാലക്കാട് നേരിയ ഉറക്കത്തിലായതിനാൽ ആദ്യമൊന്നും മനസ്സിലായില്ല. കരച്ചിലും ബഹളവും എന്തൊക്കെയോ പൊട്ടുകയും ഇടിക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങളും കൂടി വന്നു. നിർത്താതെയുള്ള നിലവിളി കേട്ടതോടെ കാര്യം പന്തിയല്ലെന്ന് തോന്നി. നോക്കിയിരിക്കെ D8 കോച്ചിന്റെ മുൻഭാഗം ഇടുങ്ങി വന്നു. കോച്ച് ഞെരുങ്ങി ചെറുതായി. പിന്നിലെ ശുചിമുറികൾ അകത്തേക്ക് തള്ളി നിൽക്കുന്നു. പുറത്തു നോക്കിയപ്പോൾ പൊടിയും പുകയും മൂടിയതുപോലെ. വണ്ടി ഒന്ന് ഇളകിയാടി. ബോഗിയുടെ മുൻഭാഗം ഏതാണ്ട് തകർന്നു. പരിമല സ്വദേശി അൻസു സാറ ഏലിയാസിന്റെ വാക്കുകൾ. ഭർത്താവ് അനീഷ് യോഹനാനൊപ്പം ഏതു വിധേനയും പുറത്തു കിടക്കാനുള്ള വെപ്രാളത്തിൽ ഉന്തിയും തള്ളിയും വാതിൽക്കലെത്തിയെങ്കിലും പുറത്തെ മൺതിട്ടയുമായി പറ്റിച്ചേർന്ന പോലെയായിരുന്നു ട്രെയിൻ. വലിയ കുലുക്കത്തോടെ ട്രെയിൻ പെട്ടെന്ന് നിന്നു. ഞെരുങ്ങി കഷ്ടിച്ച് പുറത്തു കിടക്കുകയായിരുന്നു. അകത്തുള്ള പലർക്കും കൈകൊടുത്തും ബാഗുകൾ വാങ്ങിയും സഹായിക്കാൻ ശ്രമിച്ചു. പിന്നെ പാളത്തിനോട് ചേർന്ന കുന്നിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള വെപ്രാളമായിരുന്നു. സാധാരണ വേഗമേ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ആരും സഹായിക്കാൻ എത്തിയില്ല. ട്രെയിനിലുണ്ടായിരുന്ന RPFകാരും TTമാരും സഹായിക്കുന്നുണ്ടായിരുന്നു. യാത്രക്കാർ പരസ്പരം രക്ഷിക്കാൻ ശ്രമിച്ചു. സാരമായി പരിക്കേറ്റവരെ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു എല്ലാവരും. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആംബുലൻസ് വാനും എത്തുന്നത് കണ്ടു. പിന്നിലെ ഓട്ടോകളെത്തി. അപകടം നടന്ന ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്ററോളം നടന്ന് ബസ്സിൽ സേലത്തെത്തി. ഉച്ചതിരിഞ്ഞ് മറ്റൊരു ട്രെയിനിലാണ് ഇരുവരും യാത്ര തിരിച്ചത്. രക്ഷപ്പെട്ടവർ ആദ്യമെത്തിയത് ഹൊസൂർ സ്റ്റേഷനിലേക്ക്. ബംഗളൂരു രക്ഷപ്പെട്ട യാത്രക്കാരെയെല്ലാം ആദ്യമെത്തിയത് ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ബംഗളൂരുവിൽ നിന്ന് സേലത്തേക്കുള്ള ബസ്സുകളെല്ലാം ഹൊസൂർ വഴിയാണ് കടന്നു പോകുന്നതിനാൽ നേരെ സേലത്തേക്കുള്ള ബസ്സിൽ കയറുകയായിരുന്നു. അവർ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായ സേലം ജംഗ്ഷനിലെത്തിയാൽ നാട്ടിലേക്ക് ഏതെങ്കിലും ട്രെയിൻ ലഭിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു ഇത്. സേലം സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെല്ലാം മൊബൈൽ ഫോണിൽ നാട്ടിലേക്ക് വിളിച്ചു വിവരം പറയുന്ന തിരക്കിലായിരുന്നു. ചെന്നൈ ഭാഗത്തു നിന്നുള്ള വിവിധ ട്രെയിനുകളിലാണ് യാത്രക്കാർ നാട്ടിലേക്ക് മടങ്ങിയത്.